കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നടന്നുവെന്ന് പറയുന്ന കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് DCP സൗമ്യലത പിന്മാറി. വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്നാണ് പിന്മാറ്റമെന്നാണ് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുന്നത്. KB ശ്രീധരൻ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീധര, ഇതിപ്പോൾ ആദ്യ ഉദ്യോഗസ്ഥയല്ല അല്ലേ? ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് പലരും ഇതുപോലെ പിന്മാറുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? അന്വേഷണം കൃത്യമായ നിലയിൽ പുരോഗമിക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ ഇത്തരം വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്നൊക്കെയുള്ള വിലക്ക് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ നേടിയെടുത്തിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ അവിടെ പോകുന്നത്? ദിവിഷ്, SIT പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ IG അനുചേതും അതുപോലെ തന്നെ ഈ DCP സൗമ്യലതയും പിന്മാറുമെന്നുള്ള സൂചനകൾ വന്നിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരികയാണ്. അതിൽ IG അനുചേതിന്റെ കാര്യം പറയുന്നില്ല. DCP സൗമ്യലത ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയതായി തനിക്ക് വിവരമുണ്ട് എന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളാണ് ഈ പിന്മാറ്റം എന്നും അവർ അറിയിച്ചു. ഔദ്യോഗികമായിട്ട് തനിക്കിത് സംബന്ധിച്ച് വിവരമൊന്നുമില്ല. അനൗദ്യോഗികമായി തന്നെ അറിയിച്ച കാര്യം ഇതാണ് എന്നാണ് G പരമേശ്വര അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഏതായാലും ഇത് അന്വേഷണത്തെ യാതൊരു വിധത്തിലും ബാധിക്കില്ല. പകരം മറ്റൊരു ഉദ്യോഗസ്ഥനെ ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയെ നിയോഗിക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ അന്വേഷണ സംഘം വിപുലീകരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. 20 ആളുകളെ കൂടി, അതായത് SP മാർ ഉൾപ്പെടെ താഴേക്ക് 20 ആളെ കൂടി ഇതിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. അതായത് DGP പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിൽ 24-അംഗ അന്വേഷണ സംഘമാകും കേസ് അന്വേഷിക്കുക എന്നുള്ള കാര്യത്തിൽ വ്യക്തം വന്നിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ DCP, റെയിൽവേയുടെ കൂടി ചുമതലയുള്ള DCP ആയിരുന്ന സൗമ്യലതയുടെ ഒരു പിന്മാറ്റത്തെക്കുറിച്ചുള്ള ഒരു സ്ഥിരീകരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. ശരി, ധർമ്മസ്ഥല വിവാദത്തിൽ അതിന്റെ അന്വേഷണ സംഘത്തിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥ കൂടി പിന്മാറി.